Hello friends, welcome to Chakramani Classes 2.0. അപ്പോൾ ഇന്ന് ബയോളജി അല്ല സയൻസിന്റെ പൊതുവായിട്ടൊരു കൃഷി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൃഷിയുടെ ടോപ്പിക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. കൃഷി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 7ാം ക്ലാസ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അതായത് സങ്കരയിനങ്ങൾ, പിന്നെ ഗവേഷണ കേന്ദ്രങ്ങൾ, ചില അറിഞ്ഞിരിക്കേണ്ട ഗവേഷണ കേന്ദ്രം അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ സങ്കരയിനങ്ങളും, പിന്നെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസ്, അതായത് കുറച്ച് വാക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഈ സസ്യങ്ങൾ, അതായത് സസ്യങ്ങളുടെ ഈ പ്രത്യുൽപാദനവും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ഒന്ന് നോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, റിവിഷൻ രീതിയിൽ നോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതി ഒന്ന് സൂക്ഷിച്ച് വെച്ചെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇതധികം കേൾക്കുന്ന ഒരു ടോപ്പിക്കല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി. ഓക്കെ, വിത്തിൽ നിന്ന് തൈച്ചെടികൾ, വിത്ത്. ഓക്കെ, വിത്തിൽ നിന്ന് തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതി എന്നാണ് ചോദ്യം. അത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം? ലൈംഗിക പ്രത്യുൽപാദനം. ഓക്കെ, ലൈംഗിക പ്രത്യുൽപാദനം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എപ്പോഴും സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷ ബീജം കാണും. എന്താണ് സ്പേം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പുരുഷ ബീജം കാണും. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതെന്ന് പറയാം, അണ്ടം എന്ന് പറയാം അല്ലേ. ഇപ്പോൾ സാധാരണ പറയുമ്പോഴത്തേക്കും ഓവോ സ്പേമോ ആണ് നമ്മൾ സാധാരണ ഫീമെയിലും മെയിലും, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പുരുഷ ബീജവും സ്ത്രീകളുടെ അണ്ടോ ഓവോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു ബീജവും അല്ലെങ്കിൽ സ്ത്രീ ബീജവും പുരുഷ ബീജവും തമ്മിൽ യോജിച്ചുണ്ടാവുന്ന അല്ലെങ്കിൽ യോജിച്ചാണ് ഒരു പുതിയൊരു തലമുറ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമുക്കെന്ന് പറയാം സസ്യങ്ങൾ അല്ലെങ്കിൽ ജന്തുക്കളായാലും പുതിയൊരു തലമുറ ഒരു പുരുഷനും ഒരു സ്ത്രീയും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഉണ്ടാവുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. എപ്പോഴും ആലോചിക്കുക, ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ട്. ഓക്കെ, അത്രയും അറിഞ്ഞിരിക്കണം. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഒരു പുരുഷ ബീജവും ഒരു സ്ത്രീയുടെ അണ്ടവും എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നു. നമ്മൾ സസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് ഇവിടുത്തെ സസ്യങ്ങളിലെ എന്താണ് ഈ പുരുഷ ബീജം എന്ന് പറയുന്നത് എന്താണ്? പോളനാണല്ലേ, പൂമ്പൊടിയാണ്. പൂമ്പൊടി. അതിൽ എന്താണ് സ്ത്രീ ബീജം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അതിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് നമ്മളിങ്ങനെ ഒരു പിസ്റ്റൽ എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടുണ്ട്. പിസ്റ്റൽ എന്ന് പറയും. ഇതിനെന്തെന്ന് പറയും? പിസ്റ്റൽ എന്ന് പറയും. ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഓവ്യൂൾ. ഈ നമ്മൾ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ, പൂ എടുത്തു കഴിഞ്ഞാൽ പൂക്കകത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ ഇത് പൂവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൂവിൻ്റെ ഈ തണ്ടിൻ്റെ അല്ലെങ്കിൽ പൂവിൻ്റെ ഇതിൽ അവസാനിക്കുന്ന ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ഇങ്ങനെ ഒരു മുഴ പോലെ കാണുന്നു. അതിൽ നിന്ന് ഒരു പിസ്റ്റൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ത്രീ അല്ലെങ്കിൽ ഒരു ചെടിയുടെ സസ്യത്തിൻ്റെ സ്ത്രീ പാർട്ട് അല്ലെങ്കിൽ എന്താണ് സ്ത്രീകളുടെ പാർട്ട്, അതിൽ ഒരു ഫീമെയിൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ പൂവാണ്. ആ പൂവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓവ്യൂൾ കാണും. ഓക്കെ, ഓവ്യൂൾ. അപ്പോൾ പുരുഷ ബീജം അല്ലെങ്കിൽ പോളൻ എന്ത് ചെയ്യുന്നു? പിസ്റ്റലിലേക്ക് വരികയും ഈ പിസ്റ്റലിനകത്തുകൂടി എന്ത് ചെയ്യുന്നു? കടന്ന് ഇതിൽ ഏതെങ്കിലും ഒരു ഓവത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഫെർട്ടിലൈസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്നു ഒരു വിത്തിനുണ്ടാവുക അല്ലെങ്കിൽ ഒരു വിത്തുണ്ടാവുകയാണ്. ആ വിത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ഒരു ചെടി ഉണ്ടാവുന്നത്. ഓക്കെ, ഈ രീതിയാണ്, അല്ലെങ്കിൽ രണ്ട് ബീജങ്ങൾ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ ചെടിയോ അല്ലെങ്കിൽ വിത്തോ ഉണ്ടാവുന്ന രീതിയാണ് എന്ന് പറയുന്നത് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ, ലൈംഗിക പ്രത്യുൽപാദനം എപ്പോഴും എന്തുണ്ട്? ബീജങ്ങൾ ഉൾപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഓർമ്മിച്ച് ചെയ്യുക. പിന്നെ വരുന്നതാണ് അടുത്ത നമ്മുടെ ചോദ്യം തന്നെയാണ് സസ്യങ്ങളുടെ വേര്. ഓക്കെ, സസ്യങ്ങളുടെ വേര്, പിന്നെ തണ്ട്, പിന്നെ ഇലകൾ. ഓക്കെ,
സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇലകൾ, അതായത് സസ്യത്തിന്റെ എല്ലാ ഭാഗവും. ഓക്കെ, ഒരു സസ്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഇലകൾ കാണും അല്ലേ, ഇലകൾ കാണും, അതിനൊരു തണ്ട് കാണും, മണ്ണിൽ ഉറച്ചിരിക്കാൻ എന്ത് കാണും, ഒരു വേര് കാണും. ഓക്കെ, ഇത് നമുക്കെന്ന് പറയാം ഒരു സസ്യം എന്ന് പറയാം. ഇത്രയും ഒരു സസ്യത്തിന്റെ ഭാഗങ്ങളാണ്. ഈ 3 ഭാഗങ്ങളിൽ നിന്നും പുതിയൊരു ചെടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുതിയൊരു സസ്യം തൈച്ചെടി ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. കായിക പ്രജനനം. ഓക്കെ, പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 2 രീതിയിലുള്ള പ്രത്യുൽപാദനമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. സസ്യങ്ങളിൽ മെയിനായിട്ട് കാണപ്പെടുന്നത് 2 രീതിയിലുള്ള പ്രത്യുൽപാദനമാണ്. ഒന്ന് എന്ന് പറയുന്നത് വിത്ത് വഴിയുള്ളത്, സീഡ് വഴിയുള്ളത്. ഓക്കെ, സീഡ്, വിത്ത് വഴിയുള്ള പ്രത്യുൽപാദനം. അത് നമുക്കെന്ന് പറയാം ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയാം. ഒരു ആൺപൂവും ഒരു പെൺപൂവും, അല്ലെങ്കിൽ ഒരു ആൺ പൂവും പെൺപൂവും, അല്ല ആണിന്റെ പാർട്ടും പെണ്ണിന്റെ പാർട്ടും, അല്ല ആന്തർ എന്ന് പറയും. ആന്തറും ഒരു ഓവ്യൂളും ഉള്ള ഒരു പൂവ്, അല്ലെങ്കിൽ എന്താണ് ഒരു ആൺപൂവും ഒരു പെൺപൂവും. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പൂമ്പൊടി പെൺപൂവിലേക്ക് ചെല്ലുകയും അവിടെ എന്ത് ചെയ്യുന്നു, വിത്തുണ്ടാവുന്ന രീതിയാണ് നമ്മൾ എന്ന് പറയുന്നത് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിപ്പം ജന്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും സസ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്താണ്, ഒരു പുരുഷനും ഒരു സ്ത്രീയും എന്ത് ചെയ്യണം, വേണം ലൈംഗിക പ്രത്യുൽപാദനത്തിന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് വേറൊരു പ്രത്യുൽപാദന രീതിയാണ്. ഒരു സസ്യത്തിന്റെ വേര്, തണ്ട്, ഇല. ഓക്കെ, ഒരു സസ്യത്തിന്റെ തണ്ട്, വേര്, ഇല എന്നീ ഭാഗങ്ങളിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇവിടെ ഉണ്ടാവുന്ന ചെടിക്ക്, അല്ലെങ്കിൽ ഈ വിത്തിൽ നിന്നുണ്ടാവുന്നതിനും വേരിൽ നിന്നുണ്ടാവുന്ന, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ നിന്ന്, ചെടികളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്നതിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വിത്തിൽ നിന്നുണ്ടാവുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 2 ചെടികൾ കാണും. ഓക്കെ, ഒരു മെയിലും അല്ലെങ്കിൽ ഒരു ആൺ ചെടിയും ഒരു പെൺചെടിയും കാണും. ഓക്കെ, അതിൽ ആൺചെടിയുടെ ഗുണങ്ങളും പെൺചെടിയുടെ ഗുണങ്ങളും ആർക്ക് കാണും, ഈ ഉണ്ടാവുന്ന പുതിയ ചെടി. ഓക്കെ, നമുക്ക് പി എന്ന് വിളിക്കാം. ആ പുതിയ ചെടിക്ക് എന്ത് ചെയ്യും, ഈ ആൺചെടിയുടെ ക്യാരക്ടറും കാണും, ഈ പെൺചെടിയുടെ ക്യാരക്ടറും കാണും. അതാണ് വിത്തിന്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു 2 മാവുണ്ട്. ഒരു മാവിൽ നല്ല രീതിയിൽ കായ്കളുണ്ടാവും. ഒരു മാവെന്ന് പറയുന്നത് പൊക്കം കുറഞ്ഞ മാവാണ്. അത് പൊക്കം കുറഞ്ഞിരിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, അതിൽ കായ്കൾ ഉണ്ടാവുന്നതാണ്. ഈ അതിൽ 2 ചെടികളും എന്ത് ചെയ്യുന്നു, ഈ പോളിനേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഏർപ്പെടുകയും അതിലുണ്ടാവുന്നൊരു വിത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാങ്ങ ഉണ്ടാവുകയാണ്. അത് എന്ത് ചെയ്യുന്നു, മണ്ണിൽ വീണ് പൊടിച്ചുണ്ടാവുന്ന പുതിയൊരു ചെടിക്ക് ആരുടെ കഴിവ് കാണും, ഈ 2 മാവുകളുടെയും കഴിവ് കാണും. ഓക്കെ, ഒന്ന് എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കഴിവെന്ന് പറഞ്ഞാൽ കൂടുതൽ കായ്ഫലങ്ങൾ ഉണ്ടാവുന്നത് ഒന്നിന്റെ കഴിവും, മറ്റത് പൊക്കം കുറഞ്ഞിരിക്കുക തന്നെ എന്ത് ചെയ്യുന്നു, കായ്ഫലങ്ങൾ ഉണ്ടാവുന്ന 2 മാവാണ് നമ്മൾ പറഞ്ഞു. അതിനുണ്ടാവുന്ന പുതിയൊരു തൈച്ചെടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ 2 കഴിവും, പൊക്കം കുറഞ്ഞിരിക്കുക തന്നെ കായ് ഉണ്ടാവുകയും ആ കായ്ഫലം എന്ത് ചെയ്യുന്നു, കൂടുന്നതായിട്ടുള്ള ഒരു തൈച്ചെടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. അത് ഏതിന്റെ പ്രത്യേകതയാണ്, ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ഉണ്ടാവുന്ന വിത്തിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞത് കായിക പ്രജനനമാണ്. വേര്, തണ്ട്, ഇല. അതായത് ഈ എന്ത് ചെയ്യുന്നു, ഈ ഒരു ചെടിയുടെ ഏതൊരു ഭാഗത്തിൽ നിന്നുണ്ടാവുന്ന ചെടികൾ, പുതിയൊരു ചെടി, തൈച്ചെടി, അതാണ് ഞാൻ പറയുന്നത് കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇതിലെ പ്രത്യേകത ഏതാണോ ചെടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു മാവ് എടുക്കുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാവ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മുല്ല എടുക്കുകയാണെന്ന് വിചാരിക്കുക. മുല്ലകളിലാണ് സാധാരണ, അതുപോലുള്ള ചെടികളിലാണ് കൂടുതലും ഈ കായിക പ്രജനനം നടക്കുന്നത്. ഒരുപാട് പൂക്കൾ, അതായത് ഒരുപാട് പടർന്നു പോകാതെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു മുല്ലയാണ് വിചാരിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ തണ്ടിൽ നിന്ന് നമ്മൾ പുതിയൊരു മുല്ല ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ തൈച്ചെടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ തൈച്ചെടി ആരുടെ തന്നെ ക്യാരക്ടർ കാണിക്കും, ഈ മുല്ലയുടെ. ഇപ്പം നമ്മൾ ആദ്യം ഇതിൽ നിന്ന് വെട്ടിയെടുത്തില്ലേ, ഒരു തണ്ട് വെട്ടിയെടുത്ത് എന്ത് ചെയ്യുന്നു, പുതിയൊരു തൈച്ചെടി ഉണ്ടാക്കി കാണൂലേ, ആ മുല്ലയുടെ തന്നെ എന്ത് ചെയ്യുന്നു, ക്യാരക്ടറുകൾ കാണിക്കുന്നു, അല്ലെങ്കിൽ സ്വഭാവം കാണിക്കുന്നു. ഓക്കെ, അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ചിലപ്പം അത് തൈയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറുതായി നിൽക്കുമ്പോൾ തന്നെ അതിൽ പൂവുണ്ടാവുന്നതാണെങ്കിൽ ഈ പുതുതായിട്ടുണ്ടാകുന്ന തൈച്ചെടിയിൽ എന്തായിരിക്കും, അത് ചെറുതായി നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൂ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ക്ലോണിങ് എന്ന് പറയും. ക്ലോണിങ്, ഇപ്പം ഞാൻ എൻ്റെ ഒരു സെല്ലെടുത്ത് എന്ത് ചെയ്യുന്നു, ക്ലോൺ ചെയ്യുകയാണ്.
അപ്പോൾ ഉണ്ടാവുന്ന ക്ലോൺ എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവവും എൻ്റെ രൂപസാദൃശ്യവും എൻ്റെ നിറവും എൻ്റെ സംസാരവും എല്ലാം ഉള്ള ഒരു അതേ സ്വഭാവം കാണിക്കുന്ന ഒരു ക്ലോൺ ആയിരിക്കും ഉണ്ടാകുന്നത്. അതേ ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉണ്ടാകുന്നത്. ഒരു ചെടിയുടെ വേരിൽ നിന്നോ തണ്ടിൽ നിന്നോ ഇലയിൽ നിന്നോ ഉണ്ടാകുന്ന തൈച്ചെടി ആടെ തന്നെ സ്വഭാവം കാണിക്കും. അത് ഏത് ചെടിയിൽ നിന്നാണ് എടുത്തത് അതിൻ്റെ സ്വഭാവം തന്നെ കാണിക്കും. ഓക്കെ, അതാണ് കായിക പ്രജനനവും ഈ ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് ഏത് പറഞ്ഞത്, കായിക പ്രജനനം പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ചെടിയിൽ നിന്ന് മുറിച്ച് നടുന്ന ശാഖ മുൻകൂട്ടി വേരുകൾ മുളപ്പിക്കുന്ന പ്രക്രിയ. ഓക്കെ, അതായത് നമ്മൾ കായിക പ്രജനനം പറഞ്ഞല്ലേ, അതിൽ എന്താണ്, തണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു. ഈ തണ്ടിൽ നിന്നുണ്ടാക്കി അല്ലെങ്കിൽ പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മുൻകൂട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ വേര് മുളപ്പിക്കുന്ന പ്രക്രിയ. ഓക്കെ, ഇതിപ്പോൾ തണ്ടാണ്. ഈ തണ്ടിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കാൻ ഈ തണ്ടിൽ പുതിയ വേരുകൾ മുളപ്പിക്കുന്ന പ്രക്രിയ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്ന് പറയും. ഓക്കെ, കായിക പ്രജനനത്തിന്റെ ഒരു രീതിയാണ് ഏത്, പതിവയ്ക്കൽ എന്ന് പറയുന്നത്. പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിങ് എന്ന് പറയും. ഓക്കെ, നമ്മൾ സാധാരണ ഈ വീട്ടമ്മമാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. ഈ എന്ത് ചെയ്യുന്നു, മുല്ലകളൊക്കെ എന്ത് ചെയ്യുന്നു, മണ്ണെടുത്തിട്ട് ഈ നമുക്ക് വേണമെന്നുള്ളൊരു ശാഖ എന്ത് ചെയ്യും, മണ്ണിലേക്ക് വെച്ച് ഈ മണ്ണെടുത്ത് എന്ത് ചെയ്യുന്നു, ഈ മുല്ലയുടെ അതിൻ്റെ മണ്ടയിൽ കൂടെ ഇടും. ഓക്കെ, അതാണ് നമ്മളെന്ന് പറയുന്നത് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ പതിവയ്ക്കൽ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ മണ്ണിനോട് ചേർന്നിരിക്കുന്ന തണ്ടിൽ എന്ത് ചെയ്യും, വേരുകൾ ഉണ്ടാവുകയും ആ ഭാഗത്തെ കണ്ടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു തൈച്ചെടിയായിട്ട് മാറ്റുകയും ചെയ്യാം. അതിനാണ് നമ്മളെന്ന് പറയുന്നത് പതിവയ്ക്കൽ എന്ന് പറയുന്നത്, പതിവയ്ക്കൽ. അപ്പോൾ ലെയറിങ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു തണ്ടിലേക്ക് അല്ലെങ്കിൽ തൈച്ചെടി ആക്കാനുള്ള തണ്ടിലേക്ക് വേരുണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് പതിവയ്ക്കൽ എന്ന് പറയുന്നത്. പതിവയ്ക്കൽ സാധാരണ പതിവയ്ക്കൽ നടത്തുന്നതിലൊക്കെയാണ് പിച്ചി, മുല്ല, കുരുമുളക് തുടങ്ങിയ വിളകളിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ അതുപോലുള്ള വള്ളിച്ചെടികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പതിവയ്ക്കൽ നടത്തുന്നത്, ലെയറിങ് നടത്തുന്നത്. അപ്പോൾ ഇത് പതിവയ്ക്കൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു കായിക പ്രജനന രീതിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേര്, തണ്ട്, ഇലകളിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാകുന്ന ഏതെന്ന് പറയുന്നത് കായിക പ്രജനനം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് പതിവയ്ക്കൽ എന്ന് പറയുന്നത്, പതിവയ്ക്കൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഈ തണ്ട്, ഇല, വേരെന്ന് പറഞ്ഞല്ലേ, ഈ ഇലയിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാകുന്ന ഒരു സസ്യമുണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണ്, ഇലമുളച്ചി എന്ന് വിളിക്കും അല്ലേ, ഇലമുളച്ചി അല്ലെങ്കിൽ ബ്രയോഫില്ലോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര് പറയുന്നത്. ഓക്കെ, ഈ കായിക പ്രജനനത്തിൽ ഇലയിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് ഏതാണ്, ഒരു സസ്യമാണ് ഏതെന്ന് പറയുന്നത് ഇലമുളച്ചി എന്ന് പറയും. ഇലമുളച്ചി അതാണ് ഏതെന്ന് പറയുന്നത് ബ്രയോഫില്ലോ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്, ബ്രയോഫില്ലോ എന്നാണ്, ബ്രയോഫില്ല. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് ഇലമുളച്ചി എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ തണ്ട് പറഞ്ഞല്ലേ, തണ്ട് പറഞ്ഞത് മിക്കവാറും നമ്മൾ ചെടികളൊക്കെ എന്ത് ചെയ്യാൻ നടുന്നത് തണ്ട് ഉപയോഗിച്ചാണ്. നമ്മുടെ ചെമ്പരത്തി ആയാലും റോസ ആയാലും പിച്ചി, കുരുമുളകൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ പതിവയ്ക്കൽ പറഞ്ഞല്ലേ, പതിവയ്ക്കൽ അതേപോലെ തന്നെ എന്താണ് തണ്ട് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് കായിക പ്രജനനം നടത്തുന്നത്. പിന്നെ വേരിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, വേരിൽ നിന്ന് ചെയ്യുന്നത് ഏതൊക്കെയുണ്ട്, ഈ ഇഞ്ചി പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ളതൊക്കെ ഏതാണ്, വേരിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുതിയ ചെടി ഉണ്ടായി വരുന്നത്. അത് നമ്മൾ മഞ്ഞയൊക്കെ എന്താണ് ഈ വേരിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതൊക്കെ ഒരു കായിക പ്രജനന രീതിയാണ്. അല്ലെങ്കിൽ അത് എന്താണ് സസ്യങ്ങൾക്ക് പുതിയൊരു ചെടി ഉണ്ടാക്കാനുള്ള അവരുടെ കായിക പ്രജനന രീതിയാണ് അതൊക്കെ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് വേറെ ഒരു ചെടിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ശാഖ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലേക്ക് ഒട്ടിച്ചു ചേർക്കുന്ന രീതി. ഓക്കെ, അതായത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തെറ്റുന്നൊരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെടിയുടെ ഒരു ശാഖ അത് അതേ ഇനത്തിൽപ്പെടുന്ന മറ്റൊരു ചെടി വച്ച് പിടിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ബഡ്ഡിങ് ആണ്. എന്താണ്, അല്ലെങ്കിൽ ഒരേ ഇനത്തിലുള്ള ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ ഇനത്തിലുള്ള അല്ലെങ്കിൽ അതേ വർഗത്തിലുള്ള വേറെ ചെടിയിലേക്ക് കട്ട് ചെയ്ത് വെക്കുന്ന രീതിയാണ്. കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ബഡ്ഡിങ് ആണെന്ന് തോന്നും. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം ശാഖ എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു ചെടിയുടെ ശാഖ വെട്ടി മറ്റൊരു ചെടിയിലെ അല്ലെങ്കിൽ അതേ വർഗത്തിലുള്ള മറ്റൊരു ചെടിയിലേക്ക് വെക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കൽ എന്ന് പറയും. ഗ്രാഫ്റ്റിംഗ്.
ഓക്കെ, അല്ലെങ്കിൽ കൊമ്പൊട്ടിക്കൽ എന്നാണ് അതിനെ പറയുന്നത്, കൊമ്പൊട്ടിക്കൽ. ഓക്കെ, അതായത് 2 ചെടി നിങ്ങൾ എടുക്കുകയാണ്. നമുക്ക് 2 ചെടി വരയ്ക്കാം. ഓക്കെ, ഇത് നമുക്ക് ചെടി നമ്പർ 1, ഇത് ചെടി നമ്പർ 2. ഓക്കെ, രണ്ടും 2 തരത്തിലുള്ള കഴിവുകളുള്ള 2 ചെടികളാണ്. ഓക്കെ, ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാം, നീളം കുറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തണ്ടിന് നീളം വയ്ക്കാത്തതും എന്നാൽ കായ്ഫലം ഉണ്ടാവുന്നത്, അങ്ങനെ ഇരിക്കാൻ എന്ത് ചെയ്യുന്നു, കായ്ഫലം ഉണ്ടാവുന്ന ചെടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡോർഫ്, നമ്മൾ ഈ തെങ്ങിനെ പറയുമ്പോഴത്തേക്ക് ടോൾ ഡോർഫ് എന്ന് പറയില്ല, അതേപോലെ ഡോർഫ് ആയിട്ടുള്ള കുള്ളനായിട്ടുള്ള ഒരു ചെടിയാണ്, എന്നാൽ അതിലെന്തുണ്ടാവുന്നു, കായ്ഫലം ഉണ്ടാവുന്നു. ഇത് എന്താണ് ടോളായിരിക്കും എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയ ചെടിയായിരിക്കും, പക്ഷെ അതിലെന്ത് ചെയ്യുന്നു, കൂടുതലായിട്ടുള്ള കായ്ഫലം ഉണ്ടാവുന്നു. ഓക്കെ, അങ്ങനെയുള്ള 2 ചെടികൾ നമ്മൾ എടുക്കുകയാണ്. ഇതിൽ ഒരു ചെടിയുടെ വേര് വരുന്ന ഭാഗം, ഓക്കെ, റൂട്ട് സ്റ്റോക്ക് എന്ന് പറയാം. ഈ ഭാഗത്തിന് എന്ന് പറയും, വേര് വരുന്ന ചെടിയുടെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ ചെടിയുടെ ഇതെന്താണ്, ഡോർഫായിട്ടുള്ള അല്ലെങ്കിൽ പൊക്കം കുറവായിട്ടുള്ള ഒരു ചെടിയാണ്, ഡോർഫാണ്. ഇത് ടോളാണെങ്കിലും ഹൈ ഈൽഡിങ് ആണ്, എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കായ്ഫലം തരുന്ന ഒരു ചെടിയാണ് ഈ രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചെടിയുടെ റൂട്ട് സ്റ്റോക്ക്, അതായത് അതിൻ്റെ വേര് വരുന്ന ഭാഗവും രണ്ടാമത്തെ ചെടിയുടെ എപ്പിക്കൽ സ്റ്റോക്ക് എന്ന് പറയും. ഇതിനെന്ന് പറയും എപ്പിക്കൽ സ്റ്റോക്ക്, അതായത് ഇതിൻ്റെ മുള വരുന്ന ഭാഗം. ഓക്കെ, മുകളിലേക്ക് പോകുന്ന, അതായത് റൂട്ട് ഇല്ലാത്ത ഭാഗത്തെ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇവയെ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒട്ടിച്ച് ചേർക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഒരു ചെടിയുടെ റൂട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ വേര് വരുന്ന ഭാഗവും മറ്റൊരു ചെടിയുടെ അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ തണ്ട് അല്ലെങ്കിൽ ശിഖരങ്ങൾ വരുന്ന അല്ലെങ്കിൽ ശാഖ വരുന്ന ഭാഗം, ഒരു ബ്രാഞ്ചിനെ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ഒട്ടിച്ച് ചേർക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഒന്നാമത്തെ ചെടിയുടെയും രണ്ടാമത്തെ ചെടിയുടെയും കഴിവുകളുള്ള ഒരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, പറഞ്ഞ് മനസ്സിലായോ? ഒന്നാമത്തെ ചെടിയുടെ കഴിവ് നമ്മൾ എന്താ പറഞ്ഞു, കുള്ളൻ ചെടിയാണെന്ന് പറഞ്ഞു അല്ലേ. കുള്ളൻ ചെടി എന്ന് പറയുമ്പോഴത്തേക്കും കുള്ളനായിരിക്കാൻ എന്ത് ചെയ്യുന്നു, കായ്ഫലം ഉണ്ടാവുന്നു. അതേസമയം ഉണ്ടാവുന്ന കായ്ഫലം ആരെ പോലെ ആയിരിക്കും, രണ്ടാമത്തെ ചെടിയെ പോലെ കൂടുതലായിട്ട് കായ്ഫലം ഉണ്ടാവുന്ന ചെടിയായിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ എന്ത് ചെയ്യുന്നു, പുതുതായിട്ടുണ്ടാകുന്ന ചെടി മാറുന്നു. അതായത് പുതുതായിട്ട് ഇതിൽ നിന്ന് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു, ചേർത്തുണ്ടാകുന്ന ചെടി നമുക്ക് 3 എടുക്കാം. മൂന്നാമതുണ്ടാകുന്ന ചെടി നമുക്ക് എടുക്കാം. ഈ മൂന്നാമത്തെ ചെടിയുടെ കഴിവെന്താണ്, കുള്ളനായിരിക്കും, അതേസമയം ഹൈ ഈൽഡിങ്ങും ആയിരിക്കും, അതായത് കൂടുതലായിട്ട് കായ്ഫലം ഉണ്ടാകുന്നത്. അതായത് 2 ചെടികളുടെയും കഴിവ് ആർക്കുണ്ട്, ഈ മൂന്നാമതായിട്ടുണ്ടാകുന്ന ചെടിക്കുണ്ട്. അതായത് ഈ ഒട്ടിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ചെടിക്കുണ്ട്. ഇത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് മാവുകളിലൊക്കെയാണ്. മാവ് അതുപോലുള്ള കായ്ഫലം ഉണ്ടാകുന്ന ചെടികളിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വെളിയിൽ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാവുകൾ നോക്കിയാൽ കാണാം, അതിൻ്റെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് ചുറ്റിയിട്ടുണ്ട്. അത് ബഡ്ഡിങ് ചെയ്യുന്നതല്ല. ബഡ്ഡിങ് സാധാരണ നമ്മൾ റോസ പോലുള്ള പൂക്കളുള്ള ചെടികളിലാണ് കൂടുതലായിട്ട് ബഡ്ഡിങ് ചെയ്യുന്നത്. ഈ ഇതുപോലുള്ള, അതായത് മാവ് പോലുള്ള ചെടികൾ, മാവ് അല്ലെങ്കിൽ പ്ലാവ് പോലുള്ളതിലൊക്കെ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, 2 മാവിൻ്റെയും കഴിവ് എന്ത് ചെയ്യുന്നു, ഒരു ചെടിയിൽ കാണപ്പെടുന്നു. അതാണ് ഈ പ്ലാസ്റ്റിക് ചുറ്റിയിട്ട് അത് ഫുള്ളായിട്ട് ചുറ്റിയേക്കും. ഒരു സൈഡിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നത്, പുതിയ മുള പൊട്ടി വരുന്നത്, പകരം മുകളിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വന്നിരിക്കുന്നത്. ഗ്രാഫ്റ്റിംഗ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും നമുക്ക് എന്ത് ചെയ്യാം, തിരിഞ്ഞു പോവാം. ബഡ്ഡിങ് ശ്രദ്ധിക്കുക, ബഡ്ഡിങ്ങിൽ ശാഖയല്ല എടുക്കുന്നത്, പകരം മുകുളമാണ് എടുക്കുന്നത്, ബഡാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ പേര് തന്നെ ഉണ്ട്, ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ എന്നാണ് എൻ്റെ മലയാളം. മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മുകുളങ്ങൾ എടുത്ത് ബഡ് മാത്രം എടുത്ത് എന്ത് ചെയ്യുന്നു, ഒട്ടിച്ച് വയ്ക്കുന്നതാണ് എന്ന് പറയുന്നത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അതേസമയം ഗ്രാഫ്റ്റിംഗിൽ എന്ത് ചെയ്യുന്നു, ഒരു ശാഖ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക്, ഒരു എപ്പിക്കൽ സ്റ്റോക്ക് നമ്മൾ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരില്ലാത്തൊരു ചെടിയുടെ ഭാഗം. ഓക്കെ, വേരില്ലാത്തൊരു ചെടിയുടെ ഭാഗം എടുത്ത് എന്ത് ചെയ്യുന്നു, ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് 2 തമ്മിലുള്ള വ്യത്യാസം, ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് റൂട്ട് സ്റ്റോക്ക്. ഞാൻ പറഞ്ഞു, റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂലകാണ്ഡം എന്ന് പറയും. എന്താണ് മൂലകാണ്ഡം? അതായത് ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് റൂട്ട് സ്റ്റോക്ക്, അല്ലെങ്കിൽ എന്ന് പറയും മൂലകാണ്ഡം എന്ന് പറയും. അടുത്ത് പറയുന്നത് ഒട്ടുകമ്പാണ്. ഒട്ടുകമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൺ എന്നാണ് പറയുന്നത്. തന്നെ ഒട്ടുകമ്പിനെന്ന് പറയും സയൺ എന്ന് പറയും. ഒട്ടുകമ്പ് നമ്മൾ ഈ ഒട്ടിക്കാൻ എടുക്കുന്ന ശിഖരമില്ലേ, അതായത് റൂട്ടില്ലാത്ത ഭാഗം, ഒട്ടിക്കാൻ എടുക്കുന്ന റൂട്ടില്ലാത്ത അല്ലെങ്കിൽ ആ ശിഖരത്തെ വിളിക്കുന്ന പേരാണ് സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് വിളിക്കും. ഒട്ടുകമ്പ്. ഓക്കെ, ഇത്രയും അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ടേമാണ് റൂട്ട് സ്റ്റോക്കും അല്ലെങ്കിൽ ഒട്ടുകമ്പും എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നതാണ് ബഡ്ഡിങ്.
ഒരു ചെടിയിൽ നിന്നെടുക്കുന്ന മുകുളം അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിൽ ഒട്ടിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. മുകുളം ഒട്ടിക്കൽ എന്ന് പറയും. ഒന്നുകൂടെ വായിക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറയാൻ മുകുളമാണ്. ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന മുകുളം അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലേക്ക് ഒട്ടിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് എന്താണ്? മുകുളമാണ്, ബഡാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ പൂക്കളുള്ള ചെടികൾ, പൂക്കളുള്ള ചെടി ഉണ്ടല്ലോ, റോസ് അതുപോലുള്ള ചെടികൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്? ബഡ്ഡിങ് ചെയ്യുന്നത്. അതിൽ ഒരു പൂർണ്ണ വളർച്ചയെത്തിയൊരു ചെടി, ഓക്കെ, പൂർണ്ണ വളർച്ചയെത്തിയൊരു ചെടിയുടെ ഒരു ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു T ഷേപ്പ്, ഈ ഒരു ഷേപ്പിന് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു കീറൽ, കത്തി കൊണ്ടൊരു കീറലുണ്ടാക്കിയിട്ട് പുതിയൊരു ബഡ് എടുത്ത് എന്ത് ചെയ്യുന്നു? ഒരു T ഷേപ്പിലുള്ള ഒരു ബഡ്, ഇതൊരു ബഡാണെന്ന് വിചാരിക്കുക. ഈ ഒരു ബഡ് എടുത്ത് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒട്ടിച്ച് ചേർക്കുന്നു. ആ രീതിയാണെന്ന് പറയുന്നത് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചെടികളിലൊരു എന്താണ് സങ്കരയിനം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഹൈബ്രിഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള രീതിയാണ് എന്ന് പറയുന്നത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അതേസമയം കായിക പ്രജനനത്തിലൊരു ബഡ്ഡിങ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇല്ലേ, അതായത് ഒരാണോ പെണ്ണോ ആയിട്ടുള്ള ഒരു സസ്യമോ ജന്തുവോ ഉൾപ്പെടാതെ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം എന്ന് പറഞ്ഞു. അതിലൊരു പ്രത്യുൽപാദന രീതിയുണ്ട്, അത് ഒരു ബഡ്ഡിങ് ആണ്. അതിനെ നമ്മൾ എന്നാണ് വിളിക്കുന്നത്? ബഡ്ഡിങ് എന്നാണ് വിളിക്കുന്നത്. സാധാരണ ഈ ബഡ്ഡിങ് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്ര, ഈസ്റ്റ് പോലുള്ളവയിലാണ്. ഹൈഡ്ര എന്ന സൂക്ഷ്മജീവിയും ഈസ്റ്റ് എന്ന സൂക്ഷ്മജീവി ഒരു ഫംഗസ് ആണല്ലേ ഈസ്റ്റ് നമ്മൾ കേട്ടുള്ളതാണ്. ഈസ്റ്റൊക്കെ നമ്മൾ അപ്പത്തിലൊക്കെ ഇടുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈസ്റ്റ് ഇടും. അപ്പോൾ ഈ ഈസ്റ്റ് പോലുള്ളവയിൽ നടക്കുന്ന ഒരു പ്രത്യുൽപാദന രീതിയാണ് എന്ന് പറയുന്നത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇതൊരു ഈസ്റ്റ് ആണ് വിചാരിക്കുക, ഇതൊരു ഈസ്റ്റ് സെല്ലാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈസ്റ്റിൻ്റെ സെല്ലിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു വലിയ അല്ലെങ്കിൽ മെച്യൂർ പാകപ്പെട്ട ഒരു ഈസ്റ്റിൻ്റെ സെല്ലിൽ എന്ത് ചെയ്യുന്നു? ഒരു ഭാഗം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ബഡ് പോലെ ഒരു ചെറിയൊരു മുഴ പോലെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്നു. ഈ പുറത്ത് വന്ന് ഇത് മെച്യൂർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ മുറിഞ്ഞു പോകും. ഓക്കെ, മുറിഞ്ഞു പോയി ഈ ഉണ്ടാവുന്ന അല്ലെ ഈ പുറത്തേക്ക് വന്ന ഈ ഒരു ബഡ് പുതിയൊരു ഈസ്റ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് ഏത്? ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു ഹൈഡ്രയാണ്. ഇങ്ങനെയാണ് ഹൈഡ്ര ഇരിക്കുന്നത്. ഈ ഒരു ഹൈഡ്ര ഇവിടെ നിന്നൊരു മുകുളം ഉണ്ടാവുകയാണ്, ഒരു ബഡ് ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഇത് വളർന്ന് പുതിയൊരു ഹൈഡ്രയുടെ ഒരു കുഞ്ഞു പോലെ ഈ സൈഡിൽ നിന്നൊരു കുഞ്ഞു പോലെ ആവുകയും ഇവിടെ വെച്ച് അത് മുറിഞ്ഞു പോയിട്ട് അതെന്ത് ചെയ്യും? പുതിയൊരു ഹൈഡ്രയായിട്ട് മാറും. ഓക്കെ, പുതിയൊരു ഹൈഡ്രയായിട്ട് മാറും. ഈ രീതിയാണ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനത്തിലെ ബഡ്ഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടേം കൂടെ മാറിപ്പോകരുത്. കായിക പ്രജനനത്തിലെ ബഡ്ഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയൊരു ഒരു ജന്തുവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഏകോശ ജീവിയിൽ നിന്ന് പുതിയൊരു ഏകോശ ജീവി ഉണ്ടാവുകയാണ്. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു മുകുളം പോലെ വന്നിട്ട് ആ മുകുളം മുറിഞ്ഞു പോയി അവിടെ ആ മുകുളം എന്തായിട്ട് മാറുന്നു? പുതിയൊരു ജന്തുവായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഏകോശ ജീവിയായിട്ട് മാറുന്നു. അതാണ് എന്ന് പറയുന്നത് ബഡ്ഡിങ്. ഏതിലെ? കായിക പ്രജനനത്തില് അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനില്, ലൈംഗിക പ്രത്യുൽപാദനം അല്ലാത്തുള്ള പ്രത്യുൽപാദന രീതിയിൽ വരുന്നതാണ് എന്ന് പറയുന്നത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അതേസമയം സസ്യങ്ങളിലെ ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചെടിയിൽ നിന്നൊരു മുകുളം എടുത്ത് അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലേക്ക് ഒട്ടിച്ചേർക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ബഡ്ഡിങ്. എവിടെയുള്ള ബഡ്ഡിങ്? നമ്മുടെ സസ്യങ്ങളിലെ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊന്ന് ആലോചിച്ച് ചെയ്യുക. ഇത് രണ്ട് കൺഫ്യൂഷൻ ആയി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമത് ഈ ഹൈഡ്രയുടെ ഈസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിരുന്ന വേറെ വാക്കാണ് വർഗസങ്കരണം. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ വാക്കാണ്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതി. ഒന്നുകൂടെ വായിക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഏത്? വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ.
വർഗസങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ലെയറിങ്, ഇതൊക്കെ എന്തിൻ്റെ രീതിയാണ്? കായിക പ്രജനന രീതിയാണ് അല്ലേ? അല്ലെങ്കിൽ പുതിയൊരു സങ്കരനെ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യുന്നു? ഒരു ബീജത്തിൻ്റെയോ ഒന്നിൻ്റെ സഹായം ഇല്ലാതെ എന്ത് ചെയ്യുന്നു? ഒരു സങ്കരനെ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, പതിവയ്ക്കൽ, ലെയറിങ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ പറയുന്നത് 2 ചെടികൾ, ഒരേ വർഗത്തിൽപ്പെട്ട 2 ചെടികൾ. ഓക്കെ, ഒന്ന് മെയിലാണ് അല്ലെങ്കിൽ ഒരു പുരുഷ ചെടിയാണ് ഒന്നൊന്ന് വിചാരിക്കുക. അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ 2 കഴിവുകളുണ്ട്. ഒന്നാണ് കുള്ളൻ ചെടിയാണ്, ഡോർഫാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് 2 നെൽച്ചെടികൾ എടുക്കാം. ഈ നെൽച്ചെടി എന്ന് പറയുന്നത് ഉപ്പ് വെള്ളത്തിൽ വളരുന്നതാണ്, സോൾട്ട് വാട്ടറിൽ വളരുന്നതാണ്. ഓക്കെ, മെയിലായിട്ട് നമ്മളിവിടെ എടുക്കുന്ന നെൽച്ചെടി എന്ന് പറയുന്നത് എന്താണ്? ഉപ്പ് വെള്ളത്തിൽ വളരാൻ പറ്റുന്ന ഒരു നെൽച്ചെടിയാണെന്ന് വിചാരിക്കുക. രണ്ടാമത് നമ്മൾ എടുക്കുന്നത് നെൽച്ചെടി എന്ന് പറയുന്നത് ഫീമെയിൽ ആയിട്ടുള്ള ഫീമെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കതിൽ തന്നെ ഇഷ്ടം പോലെ നെല്ലുള്ള, അതായത് നമ്മൾ ഒരു കതിരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നെല്ല് വരും അല്ലേ, ഇങ്ങനെ നെല്ല് വരും. ഇതിൽ നെല്ലിൻ്റെ എണ്ണം കൂടുതലായിട്ട് വരുന്ന, അല്ലെങ്കിൽ കൂടുതൽ നെല്ലെണ്ണം ഉള്ള ഒരു നെല്ലാണ് നമ്മൾ ഇവിടെ എന്താണ് ഫീമെയിൽ ആയിട്ട് എടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുന്നു? കൃത്രിമമായിട്ട് എന്ത് ചെയ്യുന്നു? പരാഗണം നടത്തുന്നു, ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ നടത്തുന്നു അല്ലേ? കൃത്രിമമായിട്ട്, അതായത് ഞാൻ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ കൈ കൊണ്ട് ഇതിലെ പൂമ്പൊടി എടുത്ത് ഇതിലെ അല്ലെങ്കിൽ ഇതിൻ്റെ പിസ്റ്റലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ എന്ത് ചെയ്യുന്നു? ഇതിനെ പരാഗണം നടത്തുന്നു കൃത്രിമമായിട്ട്. എൻ്റെ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു? പരാഗണം നടത്തുന്നു. പരാഗണം നടത്തുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പുതിയൊരു ഇതാണ് നമ്മൾക്ക് കിട്ടിയ വിത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതിൽ കിട്ടിയ വിത്താണ് ഈ എന്തെന്ന് പി എന്നുള്ളത് വിചാരിക്കുക. ഈ പി വിത്തിനെ മുളപ്പിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രോജനി അല്ലെങ്കിൽ ഒരു ചെടി. ഈ വിത്തിനെ എന്ത് ചെയ്യുന്നു? മുളപ്പിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചെടിയെ നമുക്ക് എന്ന് വിളിക്കാം? എൻ എന്ന് വിളിക്കാം. ഓക്കെ, ഈ എമ്മിനെയും എഫിനെയും കൂടെ എന്ത് ചെയ്യുന്നു? കൃത്രിമമായിട്ട് പരാഗണം നടത്തി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വിത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നു. ആ വിത്തിനെ മുളപ്പിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കണം. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എൻ എന്ന് വിളിക്കാം. ഈ ഉണ്ടാവുന്ന എന്നിന് ആരുടെ കഴിവ് കാണും? എമ്മിൻ്റെയും എഫിൻ്റെയും എന്തുണ്ട്? കഴിവുകളുണ്ട്. ഓക്കെ, ഈ ഉണ്ടാവുന്ന എന്നെന്ന് പറഞ്ഞ ചെടിക്ക് എന്തുണ്ട്? എമ്മിൻ്റെയും, ഇപ്പം ഇതിന് ഞാൻ പറഞ്ഞു എന്താണ്, ഉപ്പ് വെള്ളത്തിൽ വളരാനുള്ള കഴിവാണ് ആർക്കുള്ളത്? എമ്മിനുള്ളത്. എഫിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നമുക്ക് അതിനെന്ന് വിളിക്കാം കായിക, അല്ലെങ്കിൽ എന്താണ് ഹൈ ഈൽഡിങ് ആണ്. കായ്ഫലം എന്താണ്? കൂടുതലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നെല്ലിൻ്റെ എണ്ണത്തിൽ ആ കതിരിൽ എത്ര നെല്ലുണ്ടാതാണ് അതിൻ്റെ കായ്ഫലം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ടുള്ളതാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടാവുന്ന എന്നിനുള്ള കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ വളരാൻ കഴിയുകയും, സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ വളരാൻ കഴിയുകയും, അതിനോടൊപ്പം തന്നെ എന്താണ് ഹൈ ഈൽഡിങ് ആണ്, അല്ലെങ്കിൽ കായ്ഫലം എന്താണ് കൂടുതലായിട്ടുള്ള ഒരു സങ്കര ഇനം. ഓക്കെ, അല്ലെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ, വർഗസങ്കരണം വഴി ഉണ്ടാവുന്ന തൈച്ചെടികളെ വിളിക്കുന്ന പേരാണ് സങ്കര ഇനം. അതൊരു ക്വസ്റ്റ്യൻ ആണ്. സങ്കര ഇനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കര ഇനം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? വർഗസങ്കരണത്തിലൂടെ ഉണ്ടാകുന്ന, ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകുന്ന തൈച്ചെടികളെ വിളിക്കുന്ന പേരാണ് സങ്കര ഇനം, അല്ലെങ്കിൽ ഹൈബ്രിഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹൈബ്രിഡ്. സങ്കര ഇനം എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗസങ്കരണത്തിലൂടെ ഉണ്ടാകുന്ന തൈച്ചെടികളെ വിളിക്കുന്ന പേരാണ് എന്ത്? സങ്കര ഇനം. ഓക്കെ, സങ്കര ഇനം അല്ലെങ്കിൽ ഹൈബ്രിഡ്. അപ്പോൾ ഈ ഉണ്ടായിരുന്ന ഹൈബ്രിഡിന്റെ കഴിവെന്താണ്? എമ്മിനെ പോലെ ഉപ്പുവെള്ളത്തിൽ വളരാനും എഫിനെ പോലെ കൂടുതലായിട്ട് കായ്ഫലം ഉണ്ടാക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ഈ ഉണ്ടാവുന്ന എന്നിനുണ്ട്. ഇതിനാണെന്ന് പറയുന്നത് വർഗസങ്കരണം എന്ന് പറയുന്നത്. വർഗസങ്കരണം ഇവിടെ നടക്കുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. ലൈംഗിക പ്രത്യുൽപാദനമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നടക്കുന്നത്. ഓക്കെ, അതൊരു രീതി, അല്ലെങ്കിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള രീതിയാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സങ്കര ഇനം പറഞ്ഞല്ലേ. ഇപ്പോൾ നമുക്ക് PSC ഒരുപാട്, അല്ലെങ്കിൽ PSC ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് സങ്കര ഇനങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെടുന്ന ഈ എന്താണ് ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യനുകൾ ഇഷ്ടംപോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? PSC ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കുമാണത്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ കൃത്രിമ പരാഗണം പറഞ്ഞല്ലേ. കൃത്രിമ പരാഗണത്തിലൊരു ചോദ്യമുണ്ട്.
കൃത്രിമ പരാഗണം വഴി മാത്രം എന്ത് ചെയ്യുന്നു? കായ് പിടിപ്പിക്കുന്ന സസ്യം. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, കൃത്രിമമായിട്ട് പരാഗണത്തിലൂടെ മാത്രം കായ് പിടിക്കുന്ന സസ്യം ഏതാണെന്ന് അറിയാമോ? വാനില. വാനില. ഓക്കെ, വാനില എന്താണ്? വാനില നമ്മളെന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമ പരാഗണത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കായ് ഫലം ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ കായ് പിടിക്കുന്നത് എങ്ങനെയാണ്? കൃത്രിമ പരാഗണത്തിലൂടെ മാത്രമാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അങ്ങനെ കേട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 7ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ കൃത്രിമമായിട്ടുള്ള പരാഗണം പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ഏതാണ്? സങ്കരയിനമാണല്ലേ, സങ്കരയിനം. നമ്മൾ ഈ സങ്കരയിനം എന്ന് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ സങ്കരയിനങ്ങൾ കേട്ടു തുടങ്ങിയത് ഹരിത വിപ്ലവത്തിൻ്റെ സമയത്താണ്. ഓക്കെ, കൂടുതലായിട്ട് സങ്കരയിനത്തെ പറ്റി കേട്ടു തുടങ്ങിയത് എപ്പോഴാണ്? ഹരിത വിപ്ലവത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഹരിത വിപ്ലവമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഹരിത വിപ്ലവം തുടങ്ങുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ആഗോളപരമായിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഹരിത വിപ്ലവത്തിന് ആശയം നടപ്പിലാക്കിയതാരാണ്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ, കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ബോറായി കാണും. ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഹരിത വിപ്ലവം എന്ന ആശയം ആഗോളതലത്തിൽ എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. തുടങ്ങുന്നത് എവിടെയാണ്? മെക്സിക്കോയിലാണ് അല്ലേ? അതായത് ആഗോളപരം വേൾഡ് എന്താണ് ഗ്രീൻ റവല്യൂഷൻ തുടങ്ങുന്നത്? ഗ്രീൻ റവല്യൂഷൻ തുടക്കം എന്ന് പറയുന്നത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. ഗ്രീൻ റവല്യൂഷൻ തുടക്കം മെക്സിക്കോയിലാണ്. മെക്സിക്കോ. ഓക്കെ, അതാരാണ്? നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ് അല്ലേ? MS സ്വാമിനാഥൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രാഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ഏത് രാജ്യമാണ്? ഫിലിപ്പൈൻസ് ആണ് അല്ലേ? ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രാഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹരിത വിപ്ലവം എന്താണ് സൂചിപ്പിക്കുന്നത്? കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഹരിത വിപ്ലവം വഴി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച വിള ഏതാണ്? ഗോതമ്പാണ് അല്ലേ? ഗോതമ്പ്. അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് സർബതി സൊണോറ അല്ലേ? സർബതി സൊണോറ ഒരു എന്താണ്? ഗോതമ്പിനുമാണ് സർബതി സൊണോറ, അല്ലെങ്കിൽ സൊണോറ 64 എന്ന് പറയും. സൊണോറ 64 ഈ മെക്സിക്കോയിൽ ഉപയോഗിച്ച ഒരു ഗോതമ്പിനത്തിന്റെ സങ്കരയിനമാണ് എന്ന് പറയുന്നത് സർബതി സൊണോറ, അല്ലെങ്കിൽ സൊണോറ 64 എന്ന് പറയുന്നത്. വികസിപ്പിച്ചെടുത്ത ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ്? MS സ്വാമിനാഥൻ. അപ്പൊ MS സ്വാമിനാഥനാണ് എന്ത് ചെയ്യുന്നത്? സർബതി സൊണോറ വികസിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, ഇത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത് എവിടെയാണ്? സർബതി അല്ലെങ്കിൽ സൊണോറ 64 ടെസ്റ്റ് ചെയ്തത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഈ സർബതി എന്ന് പറയുന്നത്. സർബതി. ഓക്കെ, അതുകൊണ്ടാണ് സർബതി സൊണോറ. ഓക്കെ, മധ്യപ്രദേശിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏത് ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി കുറച്ച് സങ്കര ഇനങ്ങളും ഈ ചില ഗവേഷണ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സങ്കര ഇനങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് മങ്കൊമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തിന്. PSCക്ക് ചോദിച്ചതാണ്. ഈ അടുത്തിടെ തന്നെ PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മനസ്സിലായല്ലോ, 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്തത്? PSCക്ക് ചോദിച്ചത്. എന്താണ്? മങ്കൊമ്പ് ഗവേഷണ കേന്ദ്രം, മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം. മങ്കൊമ്പ് ഉൽപ്പാദിച്ച നെല്ലിനാണ് കാർത്തിക. ഓക്കെ, മറന്നു പോകരുത്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കാർത്തികയാണ്. അടുത്ത് T*D*T എല്ലാവരും കേട്ടുള്ളതാണല്ലേ. എന്താണ്? ടോൾ ഇൻറ്റു ഡോർഫും ഡോർഫ് ഇൻറ്റു ടോളും. ഓക്കെ, ടോൾ ഇൻറ്റു ഡോർഫും ഡോർഫ് ഇൻറ്റു ടോളും എന്ന് പറയുന്ന തെങ്ങിനം, ഓക്കെ, എന്ന പേരുള്ള തെങ്ങിനം ഉൽപ്പാദിപ്പിച്ചത് ഏത് ഗവേഷണ കേന്ദ്രത്തിലാണ്? ഓക്കെ, T*D*D*T എന്ന സങ്കരയിനം തെങ്ങുകൾ ഏത് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ്? ഓക്കെ, ഏതാണ്?
എല്ലാവരും കേട്ടുള്ളത് തന്നെയാണ്. കാസർഗോഡുള്ള ഏത് തോട്ടവിള ഗവേഷണ കേന്ദ്രം. കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം, CPCRI എന്ന് പറയും. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, CPCRI കാസർഗോഡാണ് എന്ത് ചെയ്തത്? T/Dയും D/T എന്ന തെങ്ങിനങ്ങൾ, സങ്കരയിന തെങ്ങ് എന്ത് ചെയ്യുന്നത്? വികസിപ്പിച്ചെടുത്തത്. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ 7ാം ക്ലാസ് ടെക്സ്റ്റിൽ ഉള്ള 2 സങ്കര ഇനങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുന്ന ഗവേഷണ കേന്ദ്രങ്ങളുമാണ്. ഓക്കെ, ഇനി അതിൽ പറയാനുള്ളത് സങ്കര ഇനങ്ങളാണ്. ഓക്കെ, ആദ്യം നമുക്ക് നെല്ലിനം പറഞ്ഞു പോവാം. നെല്ലിനം പറഞ്ഞിട്ട് ബാക്കിയുള്ള സങ്കര ഇനങ്ങൾ പറഞ്ഞു പോവാം. ഒന്നാമത്തത് IR8. ഓക്കെ, IR8 ഇന്റർനാഷണൽ ബ്രാൻഡാണ് അല്ലേ? IR8 എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. കാരണം IR8 ഉൽപ്പാദിപ്പിച്ചത് എവിടെയാണ്? മനിലയിലാണ്. അതായത് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പൈൻസ്, അല്ലെങ്കിൽ മനില ഫിലിപ്പൈൻസ്, അവിടെയാണ് എന്ത് ചെയ്യുന്നത്? IR8 ഉൽപ്പാദിപ്പിക്കുന്നത്. IR8 ഈ IR8 എന്ന് പറയുന്നതിന് വേറൊരു പേര് പറയും, മിറക്കിൾ റൈസ് അല്ലേ? മിറക്കിൾ റൈസ് എന്ന് വിളിക്കുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മിറക്കിൾ റൈസ് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മിറാക്കിൾ റൈസ് ചോദിച്ചാൽ ഏതാണ്? IR8 ആണ്. ഓക്കെ, എവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മനിലയിലാണ് എന്ത് ചെയ്യുന്നത്? IR8 ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്ത് കുറച്ച് സങ്കര ഇനം നെല്ലിനം നോക്കാം. ഓക്കെ, ഒന്ന് ആര്യൻ, തവളക്കണ്ണൻ, തൊണ്ണൂറാൻ, തൊണ്ടൻ എന്നിവ ഏത് സങ്കര ഇനം എന്നാണ് ഇത് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. 7ാം ക്ലാസ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആര്യൻ, തവളക്കണ്ണൻ, തൊണ്ണൂറാൻ, തൊണ്ടൻ എന്നിവ ഏത് വിത്തിനമാണെന്നാണ്. ഏതാണ്? നെല്ലാണ്. നെല്ല്. ഓക്കെ, നെല്ല്. അടുത്ത് ഹ്രസ്വ, അന്നപൂർണ, പവിത്ര. ഓക്കെ, ഹ്രസ്വ, പവിത്ര, അന്നപൂർണ, ത്രിവേണി, അശ്വതി, ജയ, IR34, H4 ഉമ. ഓക്കെ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നെല്ലിന് ഉദാഹരണമാണ്. നെല്ല്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? ആര്യൻ, തവളക്കണ്ണൻ, തൊണ്ണൂറാൻ, തൊണ്ടൻ. ഇതൊക്കെ അതിന് ഉദാഹരണമാണ്, നെല്ലിനത്തിന് ഉദാഹരണം. അതുകൂടാതെ ഏതൊക്കെയാണ്? ഹ്രസ്വ, പവിത്ര, അന്നപൂർണ, ത്രിവേണി, അശ്വതി, ജയ, IR34, H4 ഉമ. ഇതൊക്കെ ഉദാഹരണമാണ്? നെല്ലിനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, നെല്ലിനത്തിന് ഉദാഹരണമാണ്. ഇത്രയൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടുള്ളതുമാണ്. ഓക്കെ, ഇതൊക്കെയാണ് സങ്കര ഇനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് പാവൽ. ഏതൊക്കെയാണ്? പ്രീതി, പ്രിയങ്ക നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? പ്രിയങ്ക നേരത്തെ PSC ചോദിച്ചുള്ള ഒരു ഇത് താഴെ തന്നിരിക്കുന്നതിൽ പാവലിന്റെ സങ്കര ഏതാണെന്ന് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏതാണ്? പ്രിയങ്ക ആയിരുന്നു അന്നത്തെ ഓപ്ഷൻ കൊടുത്തിരുന്നത്. പിന്നെ പ്രിയ, എല്ലാം ഒരു പാമയ അല്ലേ? ഒരു പ്രാമയ. പ്രീതി, പ്രിയങ്ക, പ്രിയ, ഇതെല്ലാം ആ ഉദാഹരണമാണ്. പാവലിതാണ്. ആ പാ വെച്ച് നമുക്ക് പ്രിയ, പാ വെച്ച് തുടങ്ങുന്ന എന്താണ്? പ്രീതി, പ്രിയങ്ക, പ്രിയ. ഇതേ ഉദാഹരണമാണ്, പാവലിന് ഉദാഹരണമാണ്. പാവൽ. ഓക്കെ, അടുത്ത് പയർ. ഈ പ്രിയങ്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രിയങ്ക എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാല
അല്ലെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിച്ച ഒരു പാവലിനാണ് എന്ന് പറയുന്നത് പ്രിയങ്ക എന്ന് പറയുന്നത്. കേരള കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു സങ്കര ഇനം ഏതാണെന്ന് ചോദിച്ചാൽ സങ്കര ഇനം പാവൽ ഏതെന്ന് വെച്ചാൽ ഏതാണ്? പ്രിയങ്കയാണ്. പ്രിയങ്ക. ഓക്കെ, പ്രിയങ്കയുടെ പ്രത്യേകത എന്താണ്? കേരള സർവകലാശാല അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരു പാവലിനമാണ് എന്ന് പറയുന്നത് പ്രിയങ്ക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പയറാണ്. പയർ ജ്യോതിക. ശാരിക. അടുത്ത് അനശ്വര. കൈരളി. വൈജയന്തി. കനകമണി. ഇതൊക്കെ ഉദാഹരണമാണ്, പയറിന് ഉദാഹരണമാണ്. ഓക്കെ, ലോല. ഭാഗ്യലക്ഷ്മി. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ഭാഗ്യലക്ഷ്മി? ഈ ഇടയ്ക്ക് പരീക്ഷിക്കേണ്ടായിരുന്നതാണ് ഭാഗ്യലക്ഷ്മി. ഓക്കെ, ഇതൊക്കെ ഏത് ഉദാഹരണമാണ്? പയറിന്റെ സങ്കര ഉദാഹരണമാണ് ജ്യോതിക, ശാരിക, അനശ്വര, കൈരളി, വൈജയന്തി, കനകമണി, ലോല, ഭാഗ്യലക്ഷ്മി. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ ഉദാഹരണമാണ്? പയറിന്റെ ഉദാഹരണമാണ്. എല്ലാ സ്ത്രീകളുടെ പേരാണല്ലേ. ഓക്കെ, അതേസമയം അരുൺ എന്ന് പറയുന്നത് ഉദാഹരണമാണ്. അരുൺ എന്ന് പറയുന്നത് ഒരു ചീരയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, ചീര വിത്തിന് ഉദാഹരണമാണ് അരുൺ എന്ന് പറയുന്നത്. അടുത്ത് പച്ചമുളക്. ഉജ്ജ്വല. ജ്വാലാമുഖി. അടുത്ത് ജ്വാലാസഖി. അനുഗ്രഹ. ഓക്കെ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? പച്ചമുളകിന് ഉദാഹരണം. ഓക്കെ, അപ്പൊ ഇത്രയും ജസ്റ്റ് ഒന്ന് ആ ടെക്സ്റ്റിലുണ്ടായിരുന്ന 7ാം ക്ലാസ് ടെക്സ്റ്റിലുണ്ടായിരുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സങ്കരയിനങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ ടോപ്പിക് അല്ലെങ്കിൽ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ന് പറയുന്നത് ഈ ഗവേഷണ കേന്ദ്രങ്ങൾ. ഓക്കെ, ഗവേഷണ കേന്ദ്രങ്ങൾ. ഒന്നാമത്തത് നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു പോകുന്നുള്ളൂ. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പറഞ്ഞു. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? 4 ഉണ്ട് അല്ലേ? കേരളത്തിൽ എത്ര നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്? 4 ഉണ്ട്. ഒന്ന് വൈറ്റില. ഓക്കെ, നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റില. കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. കേരളത്തിലെ 4 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? വൈറ്റില അല്ലെ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ്? വൈറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. ഇത് 4 എവിടെയാണ്? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ്. പിന്നെ ഈ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണം എവിടെയാണ്? ശ്രീകാര്യത്താണ് അല്ലേ? തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് എന്ന് പറയുന്നത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. അതിൻ്റെ കൂടെ വേറൊരു ചോദ്യമുണ്ട്, നമ്മൾ അധികം കേട്ടില്ലാത്തതാണ്. കേന്ദ്ര വേര് ഗവേഷണ കേന്ദ്രം. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, നമ്മൾ അധികം കേട്ടില്ലാത്തതാണ്, അത് ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. അതൊക്കെ കേന്ദ്ര വേര് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ശ്രീകാര്യത്തെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗവേഷണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? കേന്ദ്ര വേര് ഗവേഷണ കേന്ദ്രം. അതായത്
ഈ റൂട്ട് ക്രോപ്സ് ഉണ്ടല്ലോ, അതായത് വേരിൽ നിന്നുണ്ടാകുന്ന ക്രോപ്സും അല്ലെങ്കിൽ കിഴങ്ങ്, ഇത് രണ്ടും കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതായത് വേരിൽ നിന്നുണ്ടാകുന്ന ചെടികൾ, അതും കിഴങ്ങ് വിളയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്തെന്ന് പറയുന്നത്, ശ്രീകാര്യത്താണ് എന്തുള്ളത്, കേന്ദ്ര വേര് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യത്താണ്. CTCRI, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ട്യൂബർ ക്രോപ്സ് കിഴങ്ങ് വിള. ഓക്കെ, അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. പിന്നെ കുറച്ച് ഗവേഷണ കേന്ദ്രം നോക്കാം. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂരാണ്. പന്നിയൂർ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം എവിടെയാണ്? മലപ്പുറത്താണ്. അടുത്ത് ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. അടുത്ത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂരാണ് കണ്ണാറ എന്ന് പറയുന്നത്. അടുത്ത് കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവല്ല, പത്തനംതിട്ടയിലെ തിരുവല്ലയിലാണ് എന്ത് ചെയ്യുന്നത്? കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം. ഓക്കെ, ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം, ടിഷ്യൂ കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പാലോട്, തിരുവനന്തപുരത്താണ് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം. പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് എന്തെന്ന് പറയുന്നത്? ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, അപ്പൊ ടിഷ്യൂ കൾച്ചർ പഠിച്ചല്ലേ? ടിഷ്യൂ കൾച്ചറിന് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാന ഒരു ബന്ധമുള്ളതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ എന്ന് എന്താണ്? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ, ഒരു കൂട്ടം കോശം എന്ന് പറഞ്ഞാൽ കലകളാണ് ഉദ്ദേശിക്കുന്നത്, ടിഷ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ അതിൻ്റെ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കലകളിൽ നിന്നോ പുതിയൊരു തലമുറ ചെടിയെ വളർത്തിയെടുക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഏത്? ടിഷ്യൂ കൾച്ചർ. ഓക്കെ, കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു സസ്യത്തിന്റെ അനേകം തനി പകർപ്പുകൾ ഉണ്ടാക്കുന്ന കൃത്രിമ പ്രത്യുൽപാദന രീതിയാണ് എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു സസ്യത്തിന്റെ അനേകം തനി പകർപ്പുകൾ, അതായത് നമ്മൾ നേരത്തെ ക്ലോണിന്റെ കാര്യം പറഞ്ഞതുപോലെ ഏത് ചെടിയിൽ നിന്നാണ് എടുക്കുന്നത് ആ ചെടിയുടെ അതേ പകർപ്പായിരിക്കും എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. അത് കുറേ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ഈ ടിഷ്യൂ കൾച്ചറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ഒരു ടേം ഉണ്ട്. ഓക്കെ, PSC ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊരു സസ്യകോശത്തിൽ നിന്നും പുതിയൊരു സസ്യം ഉണ്ടാകാനുള്ള കഴിവ്. ഓക്കെ, ഏതൊരു സസ്യകോശത്തിൽ നിന്നും പുതിയൊരു സസ്യം ഉണ്ടാകാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരെന്താണ്, അല്ലെങ്കിൽ ആ കഴിവിനെ വിളിക്കുന്ന എന്താണ് എന്നാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, PSC ചോദിച്ചിട്ടുള്ളതാണ്. വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. ടോട്ടിപൊട്ടൻസി അതായത് ഒരു ചെടിയുടെ ഏതൊരു ഭാഗത്തു നിന്നൊരു കലയെടുത്താലും അല്ലെങ്കിൽ ഒരു കോശം എടുത്താലും അതെന്തായിട്ട് മാറാൻ കഴിവുണ്ട്? പുതിയൊരു ചെടിയായിട്ട് മാറാൻ കഴിവുണ്ട്. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടിപൊട്ടൻസി. ഓക്കെ, അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടിപൊട്ടൻസി അല്ലെങ്കിൽ ഈ കഴിവിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കോശത്തിൽ നിന്ന് പുതിയൊരു സസ്യം ഉണ്ടാവാനുള്ള കഴിവ്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ടോട്ടിപൊട്ടൻസി. ഓക്കെ, ഇത്രയാണ് എന്താണ് കൃഷിയിൽ പ്രത്യുൽപാദനവും കായിക പ്രജനനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സങ്കരയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിലുള്ളത് ഈ കൃഷിയിൽ അല്ലെങ്കിൽ ഓരോ സസ്യങ്ങൾ വരുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണ്? മാംസ്യം,
ഈ നെല്ലിലൊക്കെ വരുന്ന ഏതാണ് സ്റ്റാർച്ച്, അന്നജം, അതുപോലുള്ള ക്വസ്റ്റ്യനുകളാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതിലുണ്ട് നമ്മുടെ ചാനലിൽ ചക്രവാണി ക്ലാസ്സസ് 2.0യുടെ പ്ലേലിസ്റ്റിൽ, ബയോളജി പ്ലേലിസ്റ്റിൽ കൃഷി എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക, പരീക്ഷയുടെ അല്ലെങ്കിൽ ഒരു മെയിൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് കാണും വരെ ഗുഡ് ബൈ.